ഹായ്, ദിസ് ഇസ് വിദ്യ. ഞാൻ എൻ്റെ ഒരു ബിസിനസ് കഥ പാർട്ട് 1 ആണ് പറയാൻ പോകുന്നത്. ഇത് എവിടെയാണ് വെച്ച് എനിക്ക് ഈ ബിസിനസ് ഐഡിയ എവിടെയാണ് വെച്ച് തുടങ്ങുന്നത് വെച്ചാൽ, ഞാനൊരു മെറ്റർണിറ്റി ലീവിലിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ബിസിനസ് ഐഡിയ തുടങ്ങിയത്. അതായത് ഞാനിങ്ങനെ മെറ്റർണിറ്റി ലീവിലിരിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ കുറേ ഇൻസ്റ്റ നോക്കുമ്പോൾ കുറേ പേര് ഓൺലൈൻ സ്മോൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും വളരെ ആഗ്രഹം, ഇതിപ്പോൾ തുടങ്ങിയതൊന്നല്ല കേട്ടോ, കുറേ മുമ്പ് തുടങ്ങിയതാണ്. പക്ഷേ അത് പിന്നെ വെച്ചുകൊണ്ട് അത് നടന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പിന്നെ പറഞ്ഞൊരു ഓപ്ഷനില്ല, ഇനി ഇപ്പം തന്നെ തുടങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങാൻ വിചാരിച്ചിരുന്നു. തുടങ്ങുമ്പം എനിക്കൊരു കൺഫ്യൂഷൻ, ഞാൻ ഓൺലൈനിൽ ചെയ്യണോ ഓഫ്ലൈനായിട്ട് ചെയ്യണോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓൺലൈനാണ് എനിക്ക് ബെറ്റർ. ബിക്കോസ് ഞാൻ ആസ് എ ന്യൂ മോം എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസ് വെച്ചാൽ എനിക്ക് കുഞ്ഞുവാവേനെ വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഹോൾസെയിൽ ഡീലേഴ്സിനെ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഓൺലൈൻ സ്റ്റോറായിരിക്കും. അങ്ങനെ ഓൺലൈൻ സ്റ്റോർ തുടങ്ങാമെന്നും വെച്ചു. പക്ഷേ അപ്പോഴാണ് ഞാൻ വിചാരിച്ചു എൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും, ഈ ബിസിനസ്സിന് എന്ത് നീച്ച ഞാൻ എടുക്കുക ബിസിനസ്സിന് എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ കഴിഞ്ഞ് കുറേ തിങ്കിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എടുത്ത എൻ്റെ ഒരു ബിസിനസ്സാണ് ജ്വല്ലറി ബിസിനസ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സിമ്പിളാണ്. അല്ല, ഇപ്പം ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളതാണ് ജ്വല്ലറി ബിസിനസ്. ബിക്കോസ് ഒരുപാട് ആൾക്കാർ ജ്വല്ലറി ചെയ്യുന്നു. ഈവൻ ആക്ട്രസ് അവരും കൂടെ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, എൻ്റെ നീച്ച് ഞാൻ ജ്വല്ലറിയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്ത് വെറൈറ്റി ഓഫ് ജ്വല്ലറി ചെയ്യും, അത് കുറേ ജ്വല്ലറി വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ജ്വല്ലറീൻ്റെ വെറൈറ്റിയും കണ്ടുപിടിച്ചു. അതായത് ഞാൻ വിചാരിച്ചു എൻ്റെ ബിസിനസ് ഒരു ആൻറ്റി ടാർണിഷ് ആയിക്കോട്ടെ, ഒരു വെസ്റ്റേൺ ആയിക്കോട്ടെ, ഒരു വെസ്റ്റേൺ വെയർ, പിന്നെ കൊറിയൻ ഇൻസ്പയർഡ് ഒരു ബിസിനസ് ആക്കാമെന്നും വിചാരിച്ചു. ഓൾ റൈറ്റ്, ഇതുവരെയും ഫൈൻ. പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണുള്ളൊരു ടാസ്ക്കാണ് നമ്മൾ ഹോൾസെയിൽ ഡീലറിനെ കണ്ടുപിടിക്കുക. ഈ ഹോൾസെയിൽ ഡീലർ പറയുമ്പം നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്തെടുക്കേണ്ട ഒരു ഡിസിഷനാണ്. എന്താ വെച്ചാൽ ഞാൻ വീട്ടിലിരുന്നിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോൾസെയിൽ ഡീലറിന് ഞാൻ എവിടെയാണ് കണ്ടുപിടിക്കുക? ഒരുപാട് കൺഫ്യൂസ്ഡായി. നമ്മൾ മീറ്റ് ചെയ്യുന്ന ഹോൾസെയിൽ ഡീലേഴ്സ് ഞാൻ വീട്ടിലിരിക്കുമ്പം എനിക്ക് എന്തായാലും അവരുടെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഹോൾസെയിൽ ഡീലറിനെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഹോൾസെയിൽ ഡീലറിനെ കിട്ടുമോ, അല്ലെ ഇവർ ശരിക്കുമുള്ള നല്ല ഒരു ടീമാണോ ഞാൻ മീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് ഹോൾസെയിൽ ഡീലേഴ്സിനെ വിത്ത് ഹെൽപ്പ് ഓഫ് ഗൂഗിൾ ആൻഡ് വിത്ത് ഹെൽപ്പ് ഓഫ് സം ഇൻസ്റ്റാഗ്രാം പേജ് ഹോൾസെയിൽ ഡീലേഴ്സിനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഈ കഥ ഇവിടെയോടെ കഴിഞ്ഞു കേട്ടോ. അടുത്ത കഥ ഞാൻ നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് പറയാം.